കാസർഗോഡ് സ്കൂട്ടർ റോഡിലെ കുഴിയിൽ വീണുണ്ടായ അപകടത്തെ തുടർന്ന് യുവാവിന്റെ വലതുകൈ മുറിച്ചുമാറ്റി. മേൽപ്പറമ്പ് സ്വദേശി പ്രകാശിന്റെ വലതുകൈയാണ് മുറിച്ചുമാറ്റിയത്. റോഡിലെ കുഴി അടയ്ക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് വലതുകൈ നഷ്ടപ്പെടാൻ കാരണമെന്ന് പ്രകാശൻ 24-നോട് പറഞ്ഞു. വരുമ്പോൾ ഡോക്ടർ 1.5 മാസം റെസ്റ്റ് എടുത്താൽ മതി, അതിനുശേഷം ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം സ്മെല്ല് വരാൻ തുടങ്ങി. അങ്ങനെ നോക്കുമ്പോഴേക്ക് ഫുള്ള് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അതിലൊരു സ്കാനിങ് എടുത്തു, 10,000 രൂപയുടെ സ്കാനിങ് അതിലെടുത്ത് എന്നെ ICUയിൽ കയറ്റി. പിന്നീട് 11 മണിയാകുമ്പോൾ മംഗലാപുരം പോകാൻ പറയുന്നത്. ഞാനും ഭാര്യയും മംഗലാപുരത്തേക്ക് പോയി. ഇപ്പോൾ വേദന കുറച്ചുണ്ട്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ്. അരുൺ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഏതു ഭാഗത്തെ റോഡിലാണ് ഇദ്ദേഹം വീണ്ടും ഈ അപകടം സംഭവിച്ചത്? അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഇതുണ്ടാവുന്നത് ആഗസ്റ്റ് 30-ാം തീയതിയാണ്. 30-ാം തീയതി വൈകുന്നേരം 8 മണിയോടുകൂടിയാണ്, രാത്രി 8 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശമാണ്. ഇത് കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് പോകുന്ന KSTP റോഡാണ്. KSTP റോഡിൽ നമുക്കിപ്പോൾ ഈ പാച്ച് വർക്ക് ചെയ്ത്, അതായത് ഇവിടെ ആ കുഴി അടച്ച ഒരു ദൃശ്യം നമുക്ക് ഈ റോഡിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആ ഭാഗത്തെ കുഴിയിലാണ്, അവിടെ ഉണ്ടായിരുന്ന കുഴിയിലാണ് പ്രകാശൻ ആഗസ്റ്റ് 30-ാം തീയതി രാത്രി 8 മണിക്ക് വീഴുന്നത്. വലതു കൈ കുത്തിയാണ്, അവിടെ ഈ മെറ്റലൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു, അതിലേക്ക് വലതു കൈ കുത്തിയാണ് പ്രകാശൻ വീഴുന്നത്. ഒരു സ്കൂട്ടറിലായിരുന്നു യാത്ര ചെയ്തത്. ആ സമയത്ത് തന്നെ പോലീസ് അദ്ദേഹത്തെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അന്നവിടെ ചികിത്സ നൽകി. ഈ കൈക്ക് ചതവ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം പിന്നീട് ഒരു ദിവസം കഴിയുമ്പോഴേക്കും കൈക്ക് ഇൻഫെക്ഷൻ വന്നു, അണുബാധയുണ്ടായി, ഒരു ദുർഗന്ധമുണ്ടായി. അങ്ങനെയാണ് വീണ്ടും ആശുപത്രിയിലേക്ക് എത്തുന്നത്. ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും കൈ മുറിച്ചു മാറ്റണമെന്ന് പറയുകയായിരുന്നു. മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഈ കൈ മുറിച്ചു മാറ്റുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായത്. എന്തായാലും ഗുരുതരമായ കുറ്റകൃത്യമുണ്ടായിരിക്കുന്നു. റോഡിലെ കുഴിയാണ് ഈ അപകടത്തിന് കാരണമായിരിക്കുന്നത്. 40 വയസ്സുള്ള ഒരാളാണ്. 40-കാരൻ 3 മക്കൾ ഉൾപ്പെടെയുള്ള കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു. അദ്ദേഹത്തിനാണ് വലത് കൈ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡ്രൈവറാണ് അദ്ദേഹം. ആ ഡ്രൈവർ ജോലി ചെയ്തുകൊണ്ടാണ് ഉപജീവന മാർഗം നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലത് കൈ മുറിച്ചു മാറ്റി വളരെയേറെ മാനസിക വിഷമത്തിലാണ്. പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഇതെന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്, നമ്മളെ ഉൾപ്പെടെ അറിയിക്കുന്നതിന് എന്താണ് ഇത്രയും വൈകിയത് എന്നൊരു സംശയം പ്രേക്ഷകർക്കുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. 21 ദിവസമാണ് ഇദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞത്. 2 സർജറി കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു വലതു കൈയാണ് പോയത്. അതിൻ്റെ മനോവിഷമമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണിപ്പോൾ നമ്മളെ ബന്ധപ്പെട്ട ഈ കാര്യം പുറം ലോകത്തെത്തിക്കണമെന്നും ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഇത്രയും 45 ദിവസമായി ഇന്നേക്ക് ഇതുവരെയും ഒരു നടപടിയും ഇതേക്കുറിച്ച് ഉണ്ടായിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസും കാര്യക്ഷമമായ ഇടപെടൽ തകർന്ന റോഡുകളിലെ യാത്രയുടെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാണല്ലോ അദ്ദേഹം. അപ്പോൾ ആ നിലയിൽ നിയമ നടപടികൾക്കോ ഇടപെടലുകൾക്കോ അദ്ദേഹം മുൻകൈ എടുക്കുന്നുണ്ടോ? അതിന് അദ്ദേഹത്തെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? എന്താണ് ആ നിലയ്ക്കുള്ള വിവരങ്ങൾ? വിജയകുമാർ, പ്രകാശൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പ്രകാശന് സഹായവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നിയമപരമായി തന്നെ പോരാടണം. പ്രത്യേകിച്ച് ഈ റോഡ്, KSTP റോഡ്, നിരവധി കുഴികളുണ്ട്. കഴിഞ്ഞ മഴക്കാലത്തിന് മുൻപ് തന്നെ ഈ റോഡിൽ ഒട്ടനവധി കുഴികളുണ്ടായിരുന്നു. നമ്മളൊക്കെ തന്നെ വാർത്ത ചെയ്തതാണ്. അത് ചില വലിയ കുഴികളൊക്കെ പൊതുമരാമത്ത് വകുപ്പ് മൂടിയെങ്കിലും ഇപ്പോഴും പല കുഴികളും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ പ്രദേശത്തൊക്കെ അവിടെയൊക്കെ ഒരു ഫ്ലക്സ്, അതായത് യൂത്ത് ലീഗിൻ്റെയൊക്കെ വലിയ ഫ്ലക്സൊക്കെ സ്ഥാപിച്ചിരുന്നു. വലിയ കുഴികൾ, ചെറിയ കുഴികൾ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, സർക്കാരിനെ കളിയാക്കിക്കൊണ്ട്, പൊതുമരാമത്ത് വകുപ്പിനെയൊക്കെ പരിഹസിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു ഫ്ലക്സൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാപിച്ചിരുന്നു. ഇവിടെ ഈ റോഡിലൊന്നാകെ വലിയ വലിയ കുഴികളുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ, അതായത് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന ദിശയാണ്, ആ ഭാഗത്തൊക്കെ വലിയ വലിയ കുഴികൾ റോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുഴിയിൽ വീണാണിപ്പോൾ പ്രകാശിന് അപകടമുണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വലതു കൈ തന്നെ നഷ്ടമായിരിക്കുന്നത്. കൈ ഷോൾഡറിന് താഴേക്ക് മുറിച്ചു മാറ്റുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുണ്ടായിരിക്കുന്നത്. നിയമപരമായി പോരാടും, ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ പൊതുമരാമത്ത് വകുപ്പിനെ അനാസ്ഥ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ ഈ പ്രകാശന് അപകടമുണ്ടാവുന്നതിന് തൊട്ട് മുൻപ്, അതായത് ഒരാഴ്ച മുൻപ് തന്നെ
ഒരു യുവാവ് ഈ കുഴിയിൽ വീണ്, ഇതിന് തൊട്ടപ്പുറത്തുള്ള ഒരു കുഴിയിൽ വീണ് യുവാവിന് മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല. അതിനുശേഷം ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ആഗസ്റ്റ് 30-ന് രാത്രി 8 മണിയോടുകൂടി പ്രകാശിന് അപകടമുണ്ടാവുന്നത്. അദ്ദേഹം സഞ്ചരിച്ച ഇരുചക്ര വാഹനം കുഴിയിൽ വീഴുകയും കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പോലീസ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൈക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി, കൈ മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഇതില് ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ പാലിയക്കരയിലെ ടോൾ വിലക്കില് ഹൈക്കോടതി ഈ നല്ല റോഡുകൾ നികുതിദായകന്റെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ടോൾ വിലക്ക് നീട്ടിക്കൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച വരെ ആ ടോൾ വിലക്ക് നീട്ടിയിരിക്കുകയാണ്. അത് ഈ കേവലം ദേശീയപാതയിൽ മാത്രമല്ല കോടതിയുടെ ആ വിധി ബാധകമാകുന്നത്. യഥാർത്ഥത്തിൽ പൊതുമരാമത്ത് വകുപ്പിനും കൂടി ബാധകമാണ്. നല്ല റോഡുകൾ എന്നത് നികുതിദായകന്റെ അവകാശമാണ് എന്ന കോടതിയുടെ ആ പരാമർശം. അത് പൊതുമരാമത്ത് വകുപ്പ് മറന്നു പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു ഈ സംഭവം, അല്ലേ? ഈ സംഭവം കാണുമ്പോഴല്ലേ? വിജയകുമാർ, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഈ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ റോഡുകൾ അത് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഈ കാസർഗോഡ് ജില്ലയിൽ 1.5 വർഷം മുൻപാണ് ഈ റോഡിന് കാഞ്ഞങ്ങാട് കാസർഗോഡ് KSTP പാതയ്ക്ക് അത് പാച്ച് വർക്ക് ചെയ്തത്. അതിനുശേഷം വലിയ മഴയൊക്കെ ഉണ്ടായി. ആ മഴയത്തൊക്കെ റോഡ് പല സ്ഥലങ്ങളിലും പൂർണ്ണമായും തകരുന്നൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. പ്രത്യേകിച്ച് കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കഴിഞ്ഞ് തൊട്ട് മുമ്പിലേക്ക് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരുന്ന സമയത്തൊക്കെ അവിടെ ചന്ദ്രഗിരി പാലത്തിലൊക്കെ റോഡ് തകർന്നിരിക്കുന്ന കാഴ്ച നമുക്ക് വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പല പാലങ്ങളിലും വലിയ കുഴികളൊക്കെ ഉണ്ടായി, താഴെ പോകുന്ന പുഴകളൊക്കെ കാണുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ്. പക്ഷേ അതൊന്നും ഇതുവരെയും പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ റോഡിൽ ഒന്നടങ്കം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. ഒരാളുടെ ജീവൻ നഷ്ടമായി. അതിനുശേഷം മറ്റൊരാൾ, അതായത് പ്രകാശൻ മേൽപ്പറമ്പ് സ്വദേശിയാണ്. അദ്ദേഹം 40 വയസ്സുള്ള ആളാണ്. അദ്ദേഹം കാസർഗോഡ് നിന്ന് രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഈ കുഴിയിൽ വീഴുകയും അദ്ദേഹത്തിന്റെ വലതു കൈ തന്നെ നഷ്ടമാവുകയും ചെയ്യുന്ന സാഹചര്യം. റോഡിലെ കുഴി അടയ്ക്കാൻ അധികൃതർ തയ്യാറായില്ല. അതുകൊണ്ട് ഒരു ചെറുപ്പക്കാരന് വലതു കൈ നഷ്ടമായി, വേറൊരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എന്നിട്ടും അവിടെ ഇടപെടൽ ഉണ്ടാകാൻ വീണ്ടും വൈകി എന്നതാണ് നമ്മൾ അറിയേണ്ടത്. അരുൺ പാറയ്ക്കലാണ് വളരെ വിശദമായി ആ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആ 40-കാരൻ്റെ പ്രതികരണവും നമ്മൾ കണ്ടു. അദ്ദേഹം നിയമ നടപടികളിലേക്ക് പോവുകയാണ്. എത്ര കാലം ഇനി നിയമ നടപടികളുമായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകേണ്ടി വരും എന്ന് നമുക്കറിയില്ല. അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.